ചേർന്നു. കൊടിമരവും കോൺക്രീറ്റ് അടിത്തറയും നീക്കണമെന്ന അഭ്യർത്ഥന ചെവിക്കൊള്ളാതെ വന്നപ്പോൾ സ്ത്രീകൾ ഒന്നിച്ചെത്തി നീക്കം ചെയ്യുകയായിരുന്നു. കൊടിമരം പൊളിക്കുന്നത് സിപിഎം വാർഡ് കൌൺസിലർ തടഞ്ഞത് സംഘർഷത്തിനിടയാക്കി. എട്ടു മാസത്തോളം പരാതി നൽകി കാത്തിരുന്നിട്ടും ഫലമുണ്ടാകാതെ വന്നതോടെ ഞായറാഴ്ചയാണ് കൊടിമരം നീക്കിയത്. സ്ത്രീകൾ അടക്കമുള്ളവരാണ് വഴി തടസ്സപ്പെടുത്തി നിന്ന സിപിഎം കൊടിമരം പൊളിച്ചു നീക്കിയത്. താൽക്കാലികമായി സ്ഥാപിച്ച കൊടിമരം ചിലരുടെ പിടിവാശിയെ തുടർന്ന് സ്ഥിരമാക്കി. കൊടിമരം വഴിക്ക് കുറുകെ സ്ഥാപിച്ചതിനാൽ സാധനങ്ങൾ എത്തിക്കാനാകാതെ വീട് നിർമ്മാണവും മുടങ്ങി. ഗൃഹനാഥനായ വെളിങ്ങാട്ടുചിറ പുരുഷോത്തമൻ ആത്മഹത്യാ ഭീഷണി മുഴക്കി പ്രതിഷേധിച്ചിട്ടും പരിഹാരമുണ്ടായില്ല. സിപിഎം ജില്ലാ സെക്രട്ടറി മുതൽ പാർട്ടിയുടെ എല്ലാ ഘടകത്തിലും പോലീസിലും പരാതി നൽകിയെങ്കിലും അവരെല്ലാം കൈയൊഴിഞ്ഞു. ഇതോടെയാണ് സ്ത്രീകൾ ഇറങ്ങി കൊടിമരം വഴിയുടെ നടുവിൽ നിന്ന് നീക്കിയത്. പ്രദേശത്തെ സിപിഎം കൗൺസിലർ അനൂപ് ചാക്കോ തടയാൻ ശ്രമിച്ചിട്ടും സ്ത്രീകൾ പിന്മാറിയില്ല. ഇലക്ഷൻ കഴിയുമ്പോൾ അവർ പൊളിക്കുമെന്നുള്ള ചർച്ചകളും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ തന്നെ പൊളിക്കട്ടെ എന്നുള്ള രീതിയിൽ ഞങ്ങൾ നിന്നു. പക്ഷേ എന്നിട്ടും പിന്നെ നമ്മൾ അങ്ങനെ ഒരു പൊളിക്കുന്ന ഒരു തീരുമാനം ഉണ്ടാവുന്നില്ല. അപ്പം നമ്മുടേതായ ആവശ്യമായതുകൊണ്ട് ആർക്കും ഒരു ഉപദ്രവമില്ലാതെ സൈഡിലോട്ടാക്കിയിടാന്നുള്ള രീതിയിലാണ് തീരുമാനം എടുത്തത്. അങ്ങനെ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പുള്ളി അതിൻ്റെ അകത്ത് ഇടപെട്ട് വന്നപ്പോൾ അത് വേറൊരു വിഷയത്തിലോട്ടായി. പുന്നപ്ര വയലാർ സമര വാർഷികാചരണത്തിന്റെ ഭാഗമായാണ് പുരുഷോത്തമന്റെ വീട്ടിലേക്കുള്ള വഴിയിൽ താൽക്കാലികമായി സിപിഎം കൊടിമരം സ്ഥാപിച്ചത്. പരിപാടി കഴിഞ്ഞ മാസങ്ങളായിട്ടും കൊടിമരം നീക്കിയില്ല. മാറ്റണമെന്ന ആവശ്യം ഉന്നയിച്ചപ്പോൾ താൽക്കാലിക കൊടിമരം കോൺക്രീറ്റ് ഇട്ട് സ്ഥിരമാക്കി. കൊടിമരം സ്ഥാപിക്കുന്നതിന് മുൻപ് വീടിന്റെ അടിത്തറ കെട്ടിത്തുടങ്ങിയിരുന്നു. കൊടിമരം നിൽക്കുന്നതിനാൽ നിർമ്മാണ വസ്തുക്കൾ എത്തിക്കാനാകാതെ വന്നതോടെ 8 മാസമായി വീട് നിർമ്മാണം മുടങ്ങിയിരിക്കുകയാണ്. വേണ്ട രീതിയിൽ നേതൃത്വം ഇടപെടാതെ വന്നതോടെ 53 വർഷമായി സിപിഎം അനുഭാവികളായിരുന്ന ഈ കുടുംബവും ബന്ധുക്കളുമടക്കം 136 പേർ പാർട്ടി ബന്ധം ഉപേക്ഷിച്ച് BJPയിൽ ചേർന്നു. 136 വോട്ടോളം ഉണ്ട് ഞങ്ങളുടെ ഈ 26 കുടുംബത്തിനകത്ത്. അപ്പം നമുക്ക് BJPയിലേക്ക് തന്നെ പോകാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഒരു സുഹൃത്തിനെ വിളിച്ചു. എനിക്കിന്ന പോലെ ഒരു കാര്യമുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ ഒരു സഹായം ചെയ്തു തരാമെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞ് ചെയ്തു തരാമെന്ന് പറഞ്ഞു. പൊളിച്ച കൊടിമരം വഴി തടസ്സപ്പെടുത്താത്ത രീതിയിൽ മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട്. ചേർത്തല പോലീസിന്റെ സാന്നിധ്യത്തിൽ ഒത്തുതീർപ്പ് ചർച്ചകൾ നടത്തിയാണ് കൊടിമരം വഴിയരികിലേക്ക് നീക്കിയത്. എളുപ്പത്തിൽ പരിഹരിക്കാവുന്ന പ്രശ്നത്തിൽ പാർട്ടി നേതൃത്വം വേണ്ട രീതിയിൽ ഇടപെടാതെ വന്നതോടെ ചേർത്തലയിൽ CPMന് വലിയ രാഷ്ട്രീയ നഷ്ടമാണ് ഉണ്ടായത്. മനോരമ ന്യൂസ്, ആലപ്പുഴ.